ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നല്ല റിസൾട്ടാണ് ഒറ്റ യൂസിൽ തന്നെ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ചിട്ട് ചെയ്താൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ മുഖത്തെ കറുത്ത പാടും കരിവാളിപ്പും എല്ലാം മാറി മുഖം നല്ല ക്ലിയർ ആവാനും സോഫ്റ്റ് ആവാനും നിറം വെക്കാനും തിളക്കം വെക്കാനും സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. ഇപ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആയിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും നേരിട്ടിട്ട് നമ്മുടെ ഉള്ള നിറത്തിനേക്കാളും 2 ഷെയ്ഡ് നിറം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റ യൂസിൽ തന്നെ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ യൂസിൽ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പിൻ്റെ പൊടിയാണ്. ഗോതമ്പിൻ്റെ പൊടി 1 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പിൻ്റെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടലപ്പൊടിയും കൂടി എടുക്കാം. പക്ഷേ ഗോതമ്പിൻ്റെ പൊടിയിലാണ് ഈ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയത് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1-1.5 ടേബിൾ സ്പൂൺ ഒഴിക്കാം. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ചെറുനാരങ്ങ നീര് നമ്മളെ ഫേസിൽ ഇട്ടാലും കേടല്ലേ. അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നേരം നമ്മുടെ ഫേസിനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും. അതല്ല ഇതേപോലെ ഫേസ് പാക്കുകളിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് വളരെ കുറഞ്ഞ അളവിലല്ലേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി വേണ്ടത് തൈരാണ്. തൈര് ഞാൻ 1 ടേബിൾ സ്പൂൺ ഫുള്ള് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ കട്ട തൈരുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ തൈരും കൂടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ തൈരിന് പകരം നിങ്ങൾക്ക് പാല് വേണമെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് എന്താ പറയുക, റോസ് വാട്ടറാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. തൈരും കുഴപ്പമില്ലാത്ത ഒരിതാണ്, പക്ഷെ തൈരിനേക്കാളും അവർക്ക് നല്ലത് പാലാണ്. അതേപോലെ തന്നെ ഈ നോർമൽ സ്കിന്നുള്ളവർക്ക് പിന്നെ എന്ത് ഇട്ടാലും അവർക്ക് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ പാലോ തൈരോ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ റോസ് വാട്ടർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ പാല് യൂസ് ചെയ്യുക കേട്ടോ. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്തോ. അതേപോലെ തന്നെ നോർമൽ സ്കിന്നും ഡ്രൈ സ്കിന്നും ഉള്ളവർക്ക് പാൽ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറാണ്. അപ്പോൾ റോസ് വാട്ടറിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാക്ക്, ഈ 3 ഇട്ടിട്ടുള്ള ഈ ഒരു പാക്ക് നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അത്രയും റോസ് വാട്ടർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും ഒഴിക്കണ്ട. ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കിയതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത് പിന്നെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതും കൂടി നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആദ്യം ഇട്ട സാധനങ്ങളുണ്ടല്ലോ, അതായത് ഗോതമ്പിൻ്റെ പൊടിയും നമ്മുടെ തൈരും, അത് എല്ലാവരും ആ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്തായാലും ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ റോസ് വാട്ടറിൻ്റെ പകരം നിങ്ങൾക്ക് പാലോ റോസ് വാട്ടറോ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നന്നായി ആ ഒരു മിക്സ് ചെയ്ത് നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി ലെവലാക്കി എടുക്കുക. ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അധികം ടൈറ്റും അല്ല, എന്നാൽ അധികം ലൂസും അല്ല. അപ്പോൾ നമ്മൾ ഫേസ് നന്നായി കഴുകി എടുത്തതിന് ശേഷം 2 മിനിറ്റ് നമ്മുടെ താടീൻ്റെ ഭാഗത്തുനിന്ന് മേലയിലേക്ക് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യലെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. ഒന്നും പാക്കൊന്നും ഇടാണ്ട് തന്നെ വെറുതെ എന്തെങ്കിലും നിങ്ങളെ സ്കിന്നിന് സൂട്ടാവുന്ന ഒരു ഓയിൽ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്താൽ പോലും ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടാനും ചെറുപ്പം നിലനിർത്താനും സഹായിക്കുന്നൊരു സാധനമാണ്. അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫേസിലേക്ക് നന്നായി നിങ്ങൾ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു 20 മിനിറ്റെങ്കിലും നിങ്ങൾ വെക്കണം. അപ്പോൾ ഇത് 20 മിനിറ്റിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിത് നല്ലോണം ഒന്ന് കഴുകിക്കളയാം. ഗോതമ്പിൻ്റെ പൊടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അപ്പം നമുക്ക് റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 20 മിനിറ്റ് വരെ നിങ്ങൾ എന്തായാലും ഫേസിലേക്ക് വെക്കുക. അതിനുശേഷം ഒന്ന് കഴുകിക്കളയുക. സാധാരണ വെള്ളത്തിൽ കഴുകുന്ന സമയത്തും ഇതേപോലെ മസാജ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എൻ്റെ കൈ കണ്ടതാണ്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി നല്ല നിറം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫേസിൽ ഇതിലും നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണ്ട. പക്ഷേ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഇത് 2 പ്രാവശ്യം വെച്ച് ഒരു മാസം ചെയ്താൽ മുഖത്തിന് പ്രത്യേകതരം നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാറ്റം തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇത് കഴുകി എടുത്തിട്ടുണ്ട്. ഞാനിത് തുടച്ചിട്ട് നിങ്ങൾക്ക് ശരിക്കും റിസൾട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് എത്രത്തോളം വിസിബിളായിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. ക്യാമറയിൽ കാണുന്നതിൽ നേരിട്ടിട്ട് നല്ല ഡിഫറൻസ് കാണുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. തുടച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത്രയും നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. പറഞ്ഞ സാധനങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ തന്നെ ഈ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓരോ സ്കിൻ ടൈപ്പിനും ഓരോരോ പാക്കാണ് സൂട്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.